നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. കണ്ണൂരപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പുഴുങ്ങലരിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പുഴുങ്ങലരി മതി, പൊടി വേണമെന്നില്ല. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, പച്ചരിപ്പൊടിയാണ്. 1/2 കപ്പ് മൈദയും കൂടി എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. മാവെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുത്താൽ മതി. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മിക്സാക്കി വെക്കാൻ വേണ്ടി. കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയായി വരും. ഒരു 5 മണിക്കൂർ കഴിയട്ടെ. ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായി മിക്സാക്കി എടുക്കണം. മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. കാര വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്താൽ കുറച്ച് സമയം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ കണ്ണൂരപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള കാര തന്നെ എടുക്കണം. കണ്ണൂരപ്പത്തിന് ഒരു ഭാഗം കുറച്ച് ബ്രൗൺ കളറും മറ്റേ ഭാഗം വൈറ്റ് കളറുമാണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. കുറച്ച് വലിയ കുഴിയുള്ള കാരയാകുമ്പോൾ അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഒരു ഭാഗം നല്ലതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം. നമ്മൾ തിരിച്ചിടുന്ന ഭാഗമാണ് ബ്രൗൺ കളറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പോൾ ഇതാ നമ്മളെ കണ്ണൂരപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള അപ്പാണിത്. ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കി നിങ്ങളെ അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ